ഹേ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കസിൻ ചേട്ടനായിട്ടുള്ള ജിത്തു ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ വ്ളോഗാണ്. നാളെ കാണാം. ഓൾ ദി ബെസ്റ്റ്. ഗൈസ്, അപ്പോൾ ഇത് കല്യാണത്തല്ലേ ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കാണൂ കേട്ടോ. ഗൈസ്, ഇപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ നമ്മൾ കല്യാണത്തിന് വേണ്ടി റെഡി ആയതിനു ശേഷം നേരെ ജിത്തുചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ദക്ഷിണ അതുപോലെ തന്നെ ഫോട്ടോ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളോട് നേരത്തെ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഓൾറെഡി ഫോട്ടോ സെക്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മൊത്തം ആകെ അതിൻ്റെ ഒരു ബഹളമായിരുന്നു, കണ്ടില്ലേ? അപ്പോൾ ഇത് നമ്മൾ ഫോട്ടോ സെക്ഷനും എല്ലാ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയാണ്. ഓൾറെഡി ഫുഡൊക്കെ നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് നമുക്ക് ഇവിടെ തന്നെയായിരുന്നു. പിന്നെ ഇതേ നിർമ്മമാമൻ ഓരോ സാധനങ്ങളൊക്കെ കാറിൽ എടുത്ത് വെച്ചു. പിന്നെ രാജേഷ് മാമനാണ് ഇത് അവിടെ ഡോറൊക്കെ ലോക്കി. ഇനി നീല സാരി എടുത്ത നികിച്ചേട്ടൻ്റെ അമ്മയാണ് കേട്ടോ, അമ്മുവിൻ്റെ ഹസ്ബൻഡിൻ്റെ. ബാക്കിയുള്ളവരൊക്കെ ഇതിനുമുള്ള വീഡിയോസിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ആരെങ്കിലൊക്കെ വിട്ടുപോയിട്ടുണ്ട് എനിക്ക് ഓർമ്മയില്ല. ഞാനൊരു ഫ്ലോയിലാണ് ഇങ്ങനെ പറഞ്ഞു പോവുക. ഞാൻ ഇപ്പോഴത്തേക്കുന്ന സാരി എന്ന് പറയുന്നത് പ്രീതമായി എനിക്ക് മേടിച്ചതെന്നാണ്. എൻ്റെ അനിയത്തിയുടെ ആണെങ്കിലും അമ്മായി മേടിച്ചതെന്നാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ കല്യാണച്ചക്കന് പോകാനായിട്ടുള്ള കാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിന്തുചേട്ടനാണ് കാർ ഓടിക്കണത്, ജിത്തുചേട്ടനാണ് സൈഡിലിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഓൾറെഡി നടന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് കാറിൽ കയറാനായിട്ട്. പിന്നെ ഇത് ഇപ്പോൾ പോകുന്നത് ചെറിയമ്മയാണ്. ചെറിയമ്മ എന്ന് പറയുന്നത് ജിത്തുചേട്ടൻ്റെ അമ്മൂമ്മയാണ്. ഇനിയിപ്പോൾ ഇത് ഞാനും ശ്യാമും മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ നമ്മുടെ ചെക്കൻ ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ കാറുകളൊക്കെ ഫ്രണ്ടിൽ പോയതിന് ശേഷമാണ് അവരുടെ കാറായിട്ട് ലാസ്റ്റാണ് വന്നത്. അപ്പോൾ അത് ഞാനും അങ്ങനെ കാറിൽ കയറി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് പ്രീതമ്മായി, പിന്നെ അമ്മായി അമ്മാവനും, പിന്നെ ബാക്കിൽ ഞാനും ശ്യാമും പിന്നെ അച്ഛമ്മയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പോണ വഴിക്ക് വീട്ടിലെ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ ശ്യാമിനോട് ഗേറ്റ് അടയ്ക്കാൻ പറഞ്ഞില്ല, എനിക്ക് വല്ല പെട്ടികളൊക്കെ കയറും. അങ്ങനെ നമ്മൾ ഗേറ്റ് അടച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ബാക്കിൽ ഇത് നികിച്ചേട്ടൻ അമ്മു പിന്നെ എൻ്റെ അനിയത്തിയൊക്കെയാണ് ഈ കാറിൽ. അപ്പോഴത്തേക്ക് നമ്മളിനിപ്പോൾ നേരെ കൺവെൻഷൻ സെൻറ്റർ കുട്ടുമശ്ശേരിയിലേക്കാണ് പോണത്. അവിടെ വെച്ചിട്ടാണ് കല്യാണം. ഓൾമോസ്റ്റ് 1 hour ഉണ്ട്. അപ്പോൾ പ്രീതമായി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനൊരു പെങ്ങളും പിന്നെ ഒരു ചേട്ടനാണുള്ളത്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തി ഗൈസ്. അപ്പോൾ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണോ ഹോൾ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളായിരുന്നു ഏറ്റവും ഫ്രണ്ടിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് എത്തി, ബാക്കിയുള്ളവരൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഡ്രിങ്ക്സ് ഒക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവർ എത്തി കേട്ടോ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും എത്തി. അങ്ങനെ നമ്മളെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ചേച്ചിയും എത്തി. അതായത് ബ്രൈഡിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതിനുശേഷം പിന്നെ ചേച്ചിയുടെയും അതുപോലെ തന്നെ ചേച്ചിയുടെ ഫാമിലിയുടെയൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളങ്ങനെ നേരെ ഡ്രിങ്ക്സ് കുടിക്കാമെന്നും പറഞ്ഞ അവിടെ കുറേ ജ്യൂസ് ഉണ്ടായിരുന്നു പല ഫ്ലേവറിൽ. ഞാൻ മസ്ക് മെലോണിൻ്റെയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിൾ ഉണ്ടല്ലോ, പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അത് രണ്ടും കുടിച്ചു, എനിക്ക് ഇഷ്ടമായി. പിന്നെ ഞാൻ നടന്നു വരുന്നത് നമ്മുടെ സ്വന്തം കല്യാണ ചെക്കൻ്റെ അച്ഛനാണ്, നിർമ്മമാമൻ. അപ്പോൾ നമ്മളെല്ലാവരും ഹോളിലെ അകത്തോട്ട് കയറിയിട്ടില്ല കേട്ടോ. കാരണം ഈ താലം പിടിച്ച് ചെക്കനെ നമ്മൾ കൊണ്ടുപോകുമല്ലോ. അപ്പോൾ ചെക്കനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ചെക്കൻ്റെ വീട്ടുകാരാണല്ലോ, അപ്പോൾ നമ്മളും കൂടെ പോകണമല്ലോ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യണം. അകത്തോട്ട് നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല. പിന്നെ ആ പച്ച ഷർട്ടിട്ട് ഞാൻ നോക്കണം ഉണ്ണിമാമനാണ്, ഞാൻ പറഞ്ഞില്ല, അമ്മുവിൻ്റെ അച്ഛൻ. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന സമയം കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ജ്യൂസും ട്രൈ ചെയ്ത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ സഞ്ജു ശ്യാം ഒടുക്കത്തെ ഡിസ്കഷൻ. അടി ഉണ്ടാക്കണം വ്ളോഗിൽ ഞാൻ പറയുന്നത് ഗൈസ്, രണ്ടുപേരും അടി ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ നേരമായല്ലോ പുറത്ത് നിൽക്കുന്നു. അങ്ങനെ വേർക്കാൻ തുടങ്ങി ഗൈസ്, ഒരു രക്ഷയില്ല. എൻ്റെ അപ്പം എക്സ്പ്രഷൻസ് ഒക്കെ കണ്ട് അവിടെ സഞ്ജു എന്നെ നോക്കേണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിന്നതിന് ശേഷം അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ട് ആരെടുക്കാൻ ഇനിയും ടൈമുണ്ട്, അപ്പോൾ നമുക്ക് അകത്ത് പോയി ഇരിക്കാമെന്ന് പറഞ്ഞത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി വേർത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഉള്ളിൽ AC ഉള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തിനു പുറത്ത് നിൽക്കണം. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും പുറത്തേക്ക് പോയാൽ മതിയല്ലോ എന്ന് ഓർത്ത് നമ്മൾ അകത്ത് കയറിയിരുന്നു. അപ്പോൾ അങ്ങനെ ചടങ്ങുകളൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ആ പർപ്പിൾ ഷർട്ടിട്ട് നടന്നു വരുന്നില്ല, അത് ചേച്ചിയുടെ അനിയനാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചുകൂടി ടൈം ഉണ്ട്. ആക്ച്വലി മുഹൂർത്തത്തിന് കുറച്ചുകൂടി ടൈം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അകത്ത് കയറിയിട്ടാണെന്നുണ്ടെങ്കിലും ചേച്ചിയുടെ അച്ഛനും അമ്മയും അവരാണപ്പോൾ പറ നിറയ്ക്കുക. അതായത് പെണ്ണിൻ്റെ വീട്ടുകാരാണ് കല്യാണ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതേ ഞാനൊക്കെ അവിടെ ഇരിക്കുകയാണ്. എൻ്റെ അടുത്താണെങ്കിൽ സൈഡിൽ അച്ഛമ്മയാണ്. പിന്നെ അപ്പുറത്ത് ആ പച്ച സൈഡ് എടുത്ത് അങ്ങോട്ടേക്ക് പോകണത് എൻ്റെ അമ്മയാണ്. ബാക്കിയുള്ളവർ കുറച്ച് പേര് ബാക്കിൽ ഇരിക്കുന്നുണ്ട് അവിടേക്ക് ആയിട്ട്. അങ്ങനെ അതേ നമ്മുടെ പറ ചടങ്ങുകളൊക്കെ ഇതേ നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റേജിൽ നിൽക്കുന്ന നമ്മുടെ കരയോഗം മെമ്പേഴ്സ്, കമ്മിറ്റി മെമ്പേഴ്സൊക്കെയാണ്, അവരൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ സ്റ്റേജിൽ. അങ്ങനെ ഇപ്പോൾ നമ്മളിത് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ചേട്ടൻ്റെ കൂടെ അകത്തേക്ക് കയറണം താലത്തിൻ്റെ ഒപ്പം. അങ്ങനെ അത് ചേച്ചിയുടെ വീട്ടുകാരപ്പോൾ നമ്മുടെ ചേട്ടനെ സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മാലയൊക്കെ ഇടിച്ച് അതുപോലെ തന്നെ ചന്ദന കുങ്കുമൊക്കെ തൊട്ട്
പിന്നെ കാലൊക്കെ കഴുകിച്ചതിന് ശേഷം കേട്ടോ അകത്തേക്ക് ചേട്ടനെ സ്വീകരിക്കുന്നത്. അപ്പോൾ കൂടെ നമ്മളും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചേട്ടനെ ചേച്ചി കൊണ്ടിരുത്തിയതിന് ശേഷം ചേച്ചീനെ കൊണ്ടുവരുന്ന താലാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ വരുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അവരുടെ കൂടെ ആയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതേ ചേച്ചീനെ കൊണ്ടുവരുന്നു. അങ്ങനെ താലം നോക്കൂ, നമ്മുടെ ചേട്ടൻ ചേച്ചീനെ തന്നെ നോക്കിയിരിക്കുന്നത്. നമ്മുടെ കസിൻസ് എല്ലാവരും സ്റ്റേജിൻ്റെ സൈഡിലുണ്ട്. ദേ സച്ചു ആണ് കേട്ടോ നോക്കുന്നത്, ആ റെഡ് കുർത്തിട്ടേക്കണത്. സച്ചു സഞ്ജു എൻ്റെ വലിയച്ഛൻ്റെ മക്കളാണ് കേട്ടോ, അച്ഛൻ്റെ ചേട്ടൻ്റെ. ദേ അമ്മു, നിഖിൽ ചേട്ടൻ, നവ്യ, അവരൊക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരെ കൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് നോക്കിപ്പിക്കുകയായിരുന്നു. ഈ സംഗതി ഇതാ നമ്മുടെ ജിത്തു ചേട്ടൻ ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇതേ സൈഡിൽ തന്നെ ഉണ്ട്. നമ്മൾ ഫുൾ അവിടെ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫുൾ അവിടെ ഫണ്ണാക്കി വൈബാക്കിയാണ് നിന്നത്. അപ്പോൾ ഇനിയിപ്പോൾ താലിയായിട്ടൊക്കെ കഴിഞ്ഞല്ലേ, ഇനിയിപ്പോൾ ബാക്കിയുള്ള ചടങ്ങാണ്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന പോലെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, എന്നാലും കുറേയൊക്കെ മിസ്സായിട്ടുണ്ട്. കാരണം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എടുക്കുമ്പോൾ കുറേയൊക്കെ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. എന്നാലും ഞാൻ പറ്റുന്ന പോലെ എടുത്തു. അപ്പോഴത്തെ ചേച്ചിയുടെ അച്ഛനാണ് രണ്ടുപേരുടെ കൈ ചേർത്ത് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം 3 പ്രാവശ്യം അവർ സ്റ്റേജിന് ചുറ്റും വലം വയ്ക്കണം. അപ്പോൾ ഫുൾ താലമൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഇതിനു മുമ്പ് ഓൾറെഡി പുടവ കൊടുക്കൽ ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗൈസ് ഇവൻ കുത്തി പൊളിക്കാൻ പോണോ വഴി. ഗൈസ് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് സദ്യയൊക്കെ ആയോ നോക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞാനും സച്ചു, അവനാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഓൾറെഡി ഒരു പന്തി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി അടുത്ത പന്തിയിൽ ഇരിക്കാമെന്നും പറഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത പന്തിയിൽ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിലോ. ഓൾറെഡി അവനും വിശക്കുന്നുണ്ടായിരുന്നു, പിന്നെ എനിക്കും കഴിക്കാനായിട്ട് ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സച്ചുന് ഇന്നലത്തെ വ്ളോഗിലൊന്നും കണ്ടില്ലല്ലോ എന്ന്. വേറെ ഒന്നുമല്ല ഗൈസ്, അവൻ മണിപ്പാലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ കോളേജിൽ നിന്ന് ഇന്നലെ ജസ്റ്റ് നൈറ്റ് എത്തിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലത്തെ വ്ളോഗിൽ അവനെ കാണാതിരുന്നത്. അപ്പോൾ ഇന്നലെ അവൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗൈസ് ഇതായിരുന്നു നമ്മുടെ സദ്യ. എനിക്കറിയില്ല എന്താണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാതെ ഇരുന്നത്, എനിക്കിപ്പോൾ ഓർമ്മയില്ല. ആകെ എൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ. അത് ഞാൻ സച്ചു, സഞ്ജു, ശ്യാം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കഴിക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ കുറച്ച് നേരം വീണ്ടും അകത്ത് പോയി ഇരിക്കാമെന്ന് ഓർത്തു. എന്താ മോണ് പോവാ ഗൈസ്. അപ്പോൾ നിഖിൽ ചേട്ടൻ അമ്മ അവരൊക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അവർക്ക് നേരത്തെ വീട്ടിലെത്തണമായിരുന്നു ചേട്ടനെത്തനേക്കും. പിന്നെ നോക്ക് ഗൈസ് നമ്മുടെ സ്റ്റേജൊക്കെ കാലിയായി. പിന്നെ ഇതേ അവിടെ ഫുഡൊക്കെ കഴിച്ച് കുറേ പേര് വിശ്രമിക്കുന്നു. ഓൾമോസ്റ്റ് കുറേ പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി സാരി ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയിക്കാണ്. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത സാരി എടുത്തിട്ടാണല്ലോ ഇനി ചേട്ടൻ്റെ വീട്ടിൽ കയറാം. അപ്പം ഞാനും ശ്യാമുന്തി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ചുമ്മാ വെള്ളം കുപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ കളിച്ചിട്ട്. ശ്യാമ അവിടെ കളിക്കുന്നു, ഞാൻ ചുമ്മാ നോക്കിയിരിക്കുന്നു. എവിടെ വര അങ്ങനെ കുപ്പിയിലൊന്ന് കുറേ നേരെ നിർത്താനായിട്ട് നോക്കണമെന്ന് നടന്നില്ല. ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പേക്ക് ഇതേ ചേച്ചിയൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അടുത്ത നെക്സ്റ്റ് സാരി കൊടുത്ത് കണ്ടോ, ബ്ലൂ കളറാണ് ഇപ്പോൾ സെക്കൻഡ് സാരി. അപ്പോൾ ഇനിയിപ്പോൾ യാത്രക്കൽ ചടങ്ങുകളൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് വീഡിയോ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛമ്മ കാറി കയറി ഇരുന്നു കേട്ടോ. അച്ഛമ്മയ്ക്ക് ഇങ്ങനെ കുറേ നേരം നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊക്കെ വെയിറ്റ് ചെയ്യണം അവരിറങ്ങാൻ വേണ്ടിയിട്ട്. ഗൈസ് നമ്മളിതുവരെ പോയിട്ടില്ല ഗൈസ്, നമ്മൾ വീട്ടിൽ പോകാൻ പോകുള്ളൂ. എനിക്ക് തന്നെ മതിയായി ഗൈസ്. ഐ എം സോ ടയേർഡ്. ഞാനീ വെള്ളവും കൊണ്ട് ഞാൻ നടക്കുകയാണ്. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പോൾ, ബാക്കി എല്ലാവരും പോയി. ഓക്കെ അങ്ങനെ നമ്മുടെ മണവാളിനും മണവാട്ടിയും കാറി കയറി. അപ്പോൾ ഞാനും കാറി കയറി പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ശ്രീമാമനും ശ്യാമൊക്കെ ഓൾറെഡി റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ ചേട്ടനും ചേച്ചിയുടെയും കാർ ഫ്രണ്ടിൽ പോയി. അപ്പോൾ നമ്മൾ ബാക്കിലാണ് പോകുന്നത്. അപ്പോൾ അവർ വീഡിയോ എടുക്കുന്ന സമയത്ത് കാറിൻ്റെ ബാക്കിൽ ഒരു കുപ്പി ഉണ്ടായത്. അമ്മാനാണ് കണ്ടിട്ട് അത് മാറ്റാൻ പറഞ്ഞത്. അപ്പോൾ കാറി വെച്ചിട്ട് സുചേച്ചി വിളിച്ചിട്ടുണ്ടായി. സുചേച്ചി എന്ന് പറഞ്ഞിട്ട് പ്രീതമ്മയുടെ മോളാണ് കേട്ടോ. അപ്പോൾ വാവയാണ് വീഡിയോ കോളിൽ. ചേച്ചിക്ക് 2 വയസ്സായിട്ടുള്ളൊരു മോനുണ്ട്, ജീവ എന്നാണ് പേര്. പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ശ്രീനാഥൻ, അവരെല്ലാവരും ഓസ്ട്രേലിയയിലാണ് സെറ്റിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ ചേച്ചിക്ക് അങ്ങനെ ഫംഗ്ഷൻസിനൊന്നും വരാൻ പറ്റാറില്ല അവിടെ ആയതുകൊണ്ട്. അപ്പോൾ ചേച്ചീനെ അവരെല്ലാവരും നല്ലോണം മിസ് ചെയ്യാറുണ്ട്. പറ്റി നമ്മളങ്ങനെ എത്തി അവിടെ. അപ്പോൾ ചേട്ടനും ചേച്ചിയും കയറാൻ വേണ്ടി പോവാണ് വീട്ടിലേക്ക്. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന നിഷമ്മായി കണ്ടോ ചേട്ടൻ്റെ അമ്മ. പിന്നെ ബാക്കിൽ രമ്മമായി എന്ന് പറയുന്നത് നിഷമ്മയുടെ അനീത്തിയാണ്. പിന്നെ അമ്മു ആണ് കേട്ടോ വിളക്ക് എടുക്കുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും കാലൊക്കെ കഴുകിയതിന് ശേഷമാണ് കേട്ടോ അകത്തേക്ക് കയറ്റുക. അപ്പോൾ ചേട്ടൻ്റെ കാല് കഴിക്കൊണ്ടിരിക്കുന്ന അച്ചുവാണ് രാജേഷ് മാമൻ്റെ മോൻ. പിന്നെ ചേച്ചിയുടെ കണ്ണനാണ് കേട്ടോ കാല് കഴുകിയത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ അമ്മു നിഖിൽ ചേട്ടനൊക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അത് ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരാൻ വേണ്ടിയായിരുന്നു. അമ്മൂന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ടായി. അങ്ങനത്തെ കാല് കഴുകൽ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മു കേട്ടോ ചേച്ചിക്ക് വിളക്ക് കൊടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ചേച്ചി ഇതേ വിളക്കൊക്കെ മേടിച്ച് വീടിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവേണ്.
അതേ ചേട്ടനും ചേച്ചിയൊക്കെ അകത്തേക്ക് കയറി ഇതേ അവരെ സെറ്റിയിലൊക്കെ ഇരുന്ന് ഇനിയിപ്പോൾ അടുത്ത ചടങ്ങിലോട്ട് പോകും. അതിന് മുമ്പ് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അവരുടെ. അടുത്ത ചടങ്ങെന്ന് പറയുന്നത് പാലും പഴവും കൊടുക്കുമല്ലോ നമ്മൾ, അതാണ്. അപ്പോൾ ദേ നിഷമ്മയാണ് ഫസ്റ്റ് തന്നെ അവർക്ക് പാലും പഴവും കൊടുക്കാൻ പോണത്. എനിക്ക് ഈ ഒരു പ്രോസസ്സ് കാണാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്നിട്ട് പണ്ടൊക്കെ ഈ കല്യാണങ്ങൾക്ക് ഈ പാലും പഴമൊക്കെ കൊടുക്കണം കുഞ്ഞിലേ കണ്ട് എനിക്കൊരു ഭയങ്കര ഒരു ആകാംക്ഷ തോന്നിയിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് എപ്പോഴും ഒരു പ്രാവശ്യം പാലൊക്കെ എടുത്ത് പഴമൊക്കെ അരിഞ്ഞ് കഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. അങ്ങനെ ആ ചടങ്ങും കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകാൻ പോണ തിരിച്ച് പോവാണ് ടാറ്റ. യെസ് ഗൈസ്, ബൈ ഗൈസ്. അങ്ങനത്തെ ഞാനും ശ്യാമും കണ്ണനും വീട്ടിലേക്ക് നടക്കുകയാണ്. ഇവിടെ നല്ല മഴക്കാറ് നോക്കൂ, എന്താല്ലേ ഒരു രക്ഷയില്ല, അടിപൊളി മഴ വരാൻ പോണ്ട്. കുറേ നേരമായി മഴക്കാറ്. അപ്പോൾ അതേ ഫ്രണ്ടിൽ പോണത് ശ്യാമും കണ്ണനാണ് കേട്ടോ. അവർ ഫ്രണ്ടിലേക്ക് നടന്നു. ഞാനാണെങ്കിൽ ഈ സാരിയൊക്കെ കൊടുത്തിട്ട് അവരുടെ ഒപ്പം എത്താൻ പറ്റണ്ടേ, ഞാൻ പയ്യെയാണ് നടക്കുന്നത്. ഓൾറെഡി ഹീൽസാണ് ഇട്ടേക്കണത്, പിന്നെ ആകെ ടയേർഡായിട്ട് ഇങ്ങനെ പയ്യെ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു, എല്ലാം നന്നായിട്ട് നടന്നു. കല്യാണം, പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് ചേച്ചിനെ ചേട്ടനെയൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവന്നാക്കുമല്ലോ, അപ്പോൾ ആ പരിപാടിയും എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോയി ഈ സാരിയൊക്കെ ഒന്ന് മാറണം. എൻ്റെ പൊന്നോ, പായസം കുടിച്ചപ്പോൾ തൊട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ സാരിയൊക്കെ മാറി ഇനിയിപ്പോൾ പ്രാക്ടീസ് ഉണ്ട്, ഡാൻസിൻ്റെ. നാളെ റിസപ്ഷന് നമ്മുടെ ഡാൻസ് ഉണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി കുറച്ച് കഴിയുമ്പോൾ പ്രാക്ടീസിന് വരും. അങ്ങനെയൊക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. മര്യാദയ്ക്ക് ശരിയായെന്നൊന്നും അറിയില്ല, കുറേ പേരിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ please do like, share and subscribe. Okay guys, see you, bye.